കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. അപ്പോ ഈശ്വരന്മാരുടെ പരമമായ കാരുണ്യം അതിരേകം കൊണ്ട് നമ്മള് ഇന്ന് 24ാമത്തെ അധ്യായത്തില് ദേവി ആരാധനം എന്ന ഭാഗത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആ പ്രകരണം അത് നമുക്ക് നോക്കാം. നാരദർ നാരായണ മഹർഷിയോട് ചോദിക്കാൻ തുടങ്ങി. എന്താ മഹർഷേ, ദേവി പൂജ ഏതു വിധമാണ് ചെയ്യേണ്ടത്? ദേവി എപ്രകാരമാണ് ആരാധിച്ചാൽ പരമപദമായ പദം ലഭിക്കുക? ദേവിനെ എങ്ങനെ പൂജിച്ചാലാണ് ആ നല്ല സ്ഥലം പരമപദം കിട്ടുക എന്ന് ചോദിച്ചു. ഏതു തരത്തിൽ ആരാധിച്ചാലാണ് ഈ സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറാൻ സാധിക്കുക എന്നും ചോദിച്ചു. ദേവി പൂജയെ പറ്റി ഞാൻ വിസ്തരിച്ച് പറഞ്ഞുതരാം. ഈ വിശ്വം എന്നുണ്ടായോ അന്നു മുതൽക്ക് തന്നെ പരാശക്തിയും ജനങ്ങൾ ആരാധിച്ചു തുടങ്ങി. ഇനി പൂജാവിധിയെ പറ്റി പറയാം. ദേവിയെ പ്രതിപദത്തിൽ നെയ്യ് കൊണ്ട് പൂജ ചെയ്ത് ബ്രാഹ്മണർക്ക് ദക്ഷിണ സമർപ്പിക്കണം. എന്നാൽ രോഗമില്ലാതാവും. ദ്വിതീയയിൽ ശർക്കര നിവേദിച്ച് ശർക്കര തന്നെ ദക്ഷിണയും സമർപ്പിക്കണം. എന്നാൽ ദീർഘായുഷ്മാനാവും. തൃതീയയിൽ പാല് കൊണ്ട് പൂജിക്കുകയും പാല് തന്നെ ദക്ഷിണയും കൊടുത്താൽ സർവ്വദുഃഖങ്ങളും മാറി സന്തോഷവാനായി കഴിയാൻ ഇടവരും. ചതുർത്ഥിയില് നെയ്യപ്പം നിവേദിച്ച് ബ്രാഹ്മണൻ അത് തന്നെ ദാനം ചെയ്താൽ നമ്മളുണ്ടാക്കിയ നെയ്യപ്പം തിന്നു ബ്രാഹ്മണൻ, പണ്ടത്തെ ബ്രാഹ്മണൻ, എല്ലാ വിഘ്നങ്ങളും അവസാനിക്കും. പഞ്ചമിയിൽ കദളിപ്പഴം നിവേദിച്ച് ബ്രാഹ്മണൻ അത് തന്നെ സമർപ്പിച്ചാൽ വളരെയധികം ഐശ്വര്യമുണ്ടാകും. ഷഷ്ടിയിൽ തേൻ തന്നെ വേണം, അതിന് മാറ്റം വരുത്താൻ പാടില്ല. അത് തന്നെ ബ്രാഹ്മണന് നൽകുകയും വേണം, എങ്കിൽ സൗന്ദര്യം വർദ്ധിക്കും. സപ്തമിക്ക് ഗുളം നിവേദിക്കണം, അത് തന്നെ ബ്രാഹ്മണന് നൽകുകയും വേണം. അപ്പൊ നമ്മുടെ സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു പറയണു. അഷ്ടമിയിൽ നാളികേരം നിവേദിച്ച് അത് തന്നെ വിപ്രന് ദാനവും ചെയ്യണം, താപങ്ങളൊക്കെ നശിക്കും. നവമിക്ക് മലർ നിവേദിക്കണം, അത് തന്നെ വിപ്രന് നൽകിയും വേണം. ദശമിയിൽ കാരള്ള കറുത്തള്ളാണ് നിവേദിക്കേണ്ടത്, അത് തന്നെ വിപ്രന് ബ്രാഹ്മണന് നൽകുകയും ചെയ്താൽ മതി. അപ്പൊ നരകത്തെ പേടിക്കേ വേണ്ട. ദേവീ പ്രസാദത്തിന് ഏകാദശിക്ക് തൈര് നിവേദിച്ച് ബ്രാഹ്മണന് നൽകണം. ദ്വാദശിക്ക് അവില് നിവേദിച്ച് ബ്രാഹ്മണന് നൽകണം. ത്രയോദശിക്ക് പയർ നിവേദിക്കുകയും അത് തന്നെ ബ്രാഹ്മണന് കൊടുക്കുകയും വേണം കേട്ടോ. ചതുർദശിയിലാണെങ്കിലോ വന്യച്ച മതം നൽകിയാൽ ശിവന് പ്രിയനായി വരും. വെളുത്ത വാവിന് എന്താ കൊടുക്കേണ്ടത്? പായസം നിവേദിച്ച് ബ്രാഹ്മണന് നൽകിയാൽ പിതൃക്കൾക്ക് തൃപ്തിയാകും. ആ ദിവസം മുമ്പേ പറഞ്ഞ എല്ലാ നിവേദ്യങ്ങളെ കൊണ്ടും ദേവിയെ പൂജിക്കുകയും വേണം. ഹോമവും ചെയ്യണം, എങ്കിൽ എല്ലാ അരിഷ്ടങ്ങളിൽ നിന്നും മുക്തി നേടാം. ഞായറാഴ്ചകളിൽ പായസവും, തിങ്കളാഴ്ച പാലും, ചൊവ്വയിൽ കദളിപ്പഴവും, ബുധനാഴ്ച നറമ്പെണ്ണയും, വ്യാഴാഴ്ച ശർക്കര, വെള്ളിയാഴ്ച പഞ്ചസാര, ശനിയാഴ്ച പശുവിൻ്റെ. ഇങ്ങനെയാണ് ആഴ്ചക്ക് 7 ദിവസവും മാറി മാറി നിവേദിക്കേണ്ടത്. ഇനി 27 നക്ഷത്രങ്ങൾ നിവേദിക്കേണ്ട ദ്രവ്യങ്ങളെ പറ്റി പറയാം. നെയ്യ്, എള്ള്, ശർക്കര, പാല്, പാൽപ്പാട, തൈര്, വെള്ളം, ഫേണി, ശർക്കരപ്പാവ്. എന്തായി ഫേണി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഗോതമ്പ് കൊണ്ടുള്ള അപ്പം, വത്സൻ, ഘൃതപൂര, വട, ഈത്തപ്പഴച്ചാറ്, പൂരണം, മധു എന്ന് പറഞ്ഞ തേൻ, ചേന, വെല്ലം, മുന്തിരി നീര്, എണ്ണവില്, കാരക്ക, ചാരകം, അപ്പം, വെണ്ണ, പയറ്, കൊഴക്കട്ട, മാതളപ്പഴം എന്നിവയാണ് യഥാക്രമം 27 നക്ഷത്രങ്ങളെ നിവേദിക്കേണ്ടത്. എന്താ പറയേണ്ടത്? വിഷ്കംഭയോഗാദികളിൽ ഏതൊക്കെ നിവേദ്യം കൊണ്ടാണ് ജഗദംബയെ പൂജിക്കേണ്ടതെന്നും അതിന്റെ ഫലത്തെ പറ്റിയും പറയുന്നു. ശർക്കര, തേൻ, ഘൃതം, പാല്, തൈര്, മോര്, അപ്പം, വെണ്ണ, വെള്ളരിക്കായ, കുമ്പളങ്ങ, മോദകം, ചക്കപ്പഴം, കദളി, ഞാവൽപ്പഴം, നെല്ലിക്ക, പായസം, അവില്, പയർ, ഇളനീര്, ശർക്കര ചേർത്ത ഗോതമ്പിന്റെ അപ്പം, ചേന എന്നിവയാണ് നിവേദിക്കേണ്ടത് ദേവിക്ക്. ഇനി കരണങ്ങളിൽ വേണ്ടുന്ന നിവേദ്യങ്ങളെ പറ്റി പറയാം. തേങ്കുഴലി, മോദകം, വത്സൻ, അട, ലഡ്ഡു, ഘൃതം, എള്ള്, പാല്, തൈര്, തേനിവയാണ് നിവേദിക്കേണ്ട വസ്തുക്കള്. ഇനി പൂജാവിധിയെ പറ്റി പറയാം, എങ്ങനെ പൂജിക്കണം എന്നുള്ളത്. ചൈത്രമാസത്തെ തൃതീയയിൽ മനുഷ്യർ മരത്തിന് നെയ്യ് കൊണ്ട് പൂജിക്കണം. ഇരിപ്പ പഞ്ചഗവ്യങ്ങൾ നൽകുകയും വേണം. ഈ പൂജ 12 മാസങ്ങളിലും
വെളുത്ത വർഷത്തിലെ തൃതീയ തിഥിയിൽ ചെയ്യണം. ഇനി ഓരോ മാസം എന്തൊക്കെ നിവേദിക്കണമെന്ന് പറയാം. വൈശാഖത്തിൽ ശർക്കര ചേർത്തൊരു നൈവേദ്യം. ജ്യേഷ്ഠമാസത്തിൽ ദേവീ പ്രീതിക്ക് തേനാണ് വേണ്ടത്. ആഷാഢത്തിലെ വെണ്ണയാണ് വേണ്ടത്. മധൂകത്തിന്റെ നിവേദ്യം. മധു എന്ന് പറഞ്ഞാൽ തേൻ. ശ്രാവണ മാസത്തിൽ തൈര്. ഭാദ്രമാസത്തില് പഞ്ചസാര. ആശ്വിനി മാസത്തില് പായസം. കാർത്തിക മാസത്തില് പാല്. മാർഗമാസത്തില് തേൻകുഴല്. പൗഷത്തില് പാല്, മോരും തൈരും ചേർത്തതും. മാഘമാസത്തിൽ പശുവിൻ നെയ്യും ഉത്തമമാണ്. ഫാൽഗുനത്തിൽ നാളികേരം, തേങ്ങ. ഇപ്രകാരം 12 മാസങ്ങളിലും നൈവേദ്യം സമർപ്പിച്ച് പൂമരത്തിന് അർച്ചിക്കണം. മരത്തിന് അർച്ചിച്ച ദേവി കർത്തിച്ചതുപോലായി നർത്ഥം. ഇനി ദേവി അർച്ചിക്കേണ്ട നാമത്തെ പറ്റി പറയാം. മംഗള വൈഷ്ണവി മായ കാളരാത്രി ദുരത്യയ മഹാമായ മാതങ്കി കാളി പങ്കജവാസിനി ശിവ സഹസ്രചരണ സർവമംഗളരൂപിണി തുടങ്ങിയ 12 നാമങ്ങൾ കൊണ്ടാണ് മധുക പൂജ ചെയ്യണം. സർവാഗ്രഹങ്ങളെയും സാധിക്കാൻ വ്രതാവസാനത്തിൽ ഈ വിധം ദേവിയെ സ്തുതിക്കുകയും വേണം. എങ്ങനെ സ്തുതിക്കേണ്ടത് അത് പറഞ്ഞുതരാം. ദേവി മഹാദേവി മഹാമംഗളരൂപിണി ജഗദ്ധാത്രി മഹേശ്വരി താ ഞാൻ നമസ്കരിക്കുന്നു പരാത്പരേ. പാപഹന്ത്രി മോക്ഷമാർഗപ്രദായിനി പരമേശ്വരി ജഗർക്കത്രി മതദാത്രി മതോന്മത്തേ മഹോന്നതേ മാനഗമ്യേ സ്വരമണ്ഡലവർത്തിനി. ജയിക്കുക ജയിക്കുക ജയിക്കുക. ലോകേശ്വരി പ്രാജ്ഞേ പ്രളയാമൃത സന്നിഭേ മോഹങ്ങളെ നശിപ്പിക്കുന്ന സുരാസുര പൂജിതേ യമലോകത്തിന്റെ ആർത്തി തീർക്കുന്ന യമപൂജ്യേ യമാഗ്രജേ യമനെയും സംഹരിക്കുന്ന ദേവി ഞാൻ ഇതാ നമസ്കരിക്കുന്നു. പൂജ കഴിഞ്ഞാൽ എന്ത് വേണം? ഈ നാമങ്ങൾ കൊണ്ട് സ്തുതിക്കണം. ഇപ്രകാരം പൂജയും സ്തുതിയും ചെയ്ത തൽക്ഷണം അതിന്റെ പുണ്യവും ലഭിക്കും. ദേവി അത്യധികം പ്രീതിപ്പെടുത്തുന്ന ഈ സ്തോത്രം ജപിക്കുന്ന മർത്യനെ ആധിയും വ്യാധിയും സ്പർശിക്കുകയില്ല. പുരുഷാർത്ഥങ്ങളാണ് ഭക്തൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ദേവി അത് തന്നെ അനുഗ്രഹിക്കും. വിപ്രൻ വേദജ്ഞനായിത്തീരും. ക്ഷത്രിയനാണെങ്കിൽ വിജയം നിശ്ചയമാണ് കേട്ടോ. വൈശ്യൻ ധനികനായിത്തീരും. ശ്രാദ്ധ സമയത്ത് ഈ സ്തുതി ജപിക്കുകയാണെങ്കിൽ പിതൃക്കൾക്ക് നിത്യസംതൃപ്തി ഉണ്ടാകും. ഞാൻ ഇപ്പോൾ പറഞ്ഞ പൂജ ദേവന്മാരും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ പൂജ ഭക്തിപൂർവ്വം ചെയ്യുന്നവൻ ദേവീ പദം പ്രാപിക്കും. ജഗദംബയുടെ പ്രസാദത്താൽ സർവാഭിഷ്ടങ്ങളും പ്രാപ്യമായി വരും. സർവരാലും പൂജ്യനായിത്തീരും. നരകത്തെ ഭയപ്പെടുകയേ വേണ്ട. അല്ലയോ ദേവർഷിയെ, ഇനി ഞാൻ ആ ദേവിയുടെ ജഗദാനന്ദകരമായ മഹാത്മ്യത്തെ പറഞ്ഞു തരാം. അങ്ങനെ ദേവിയുടെ പൂജാഭേദങ്ങൾ 24 എന്ന 24 അധ്യായം ദേവീപാദങ്ങൾ സമർപ്പിച്ചു. അങ്ങനെ 8ാമത്തെ സ്കന്ധവും സമർപ്പിച്ചു. ഇനി 9ാമത്തെ സ്കന്ധത്തില് 1ാമത്തെ അധ്യായം നോക്കാം നമുക്ക്. അപ്പോ ശ്രീനാരായണ മഹർഷി വീണ്ടും പറയാൻ തുടങ്ങി. അല്ലയോ നാരദ, സൃഷ്ടികാലത്ത് ദേവിക്ക് 5 രൂപങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ദുർഗ, രാധ, ലക്ഷ്മി, സരസ്വതി, സാവിത്രി ഇവരാണ് മൂലപ്രകൃതികളായ ദേവിമാര്. അപ്പൊ ശ്രീനാരദ മഹർഷി ചോദിക്കാൻ തുടങ്ങി. ജ്ഞാനശ്രേഷ്ഠ, ദേവി ഇപ്രകാരം 5 രൂപമായി ജന്മമെടുത്തത് എന്തിനാണ്? ഇവരുടെ കഥകളും അവരെ പൂജിക്കേണ്ട വിധികളും ഇവരൊക്കെ എവിടെയാണ് ജനിച്ചതെന്നും പറഞ്ഞു തരാൻ കാരുണ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞു. നാരദ മഹർഷി, ആ പ്രകൃതിയുടെ ചരിതങ്ങൾ പറയുവാൻ ആർക്കെങ്കിലും സാധ്യമാണോ? എന്റെ അച്ഛൻ ധർമ്മൻ പറഞ്ഞു കേട്ടത് ഞാൻ പറയാം. പ്രകൃതി എന്നാൽ എന്നത് പ്രകൃഷ്ടവും കൃതി എന്നത് സൃഷ്ടി എന്നും ഞാൻ പറയാം എന്ന് പറയപ്പെടുന്നു. സൃഷ്ടികർമ്മത്തിൽ സാമർഥ്യമുള്ളവൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവളെ പ്രകൃതി എന്ന് കീർത്തിക്കുന്നു. ശബ്ദം കൊണ്ട് സത്വഗുണത്തെയും കൃ ശബ്ദം കൊണ്ട് രജോ ഗുണത്തെയും ഈ തമോ ഗുണത്തെയുമാണ് കാണിക്കുന്നത്. അങ്ങനെയാണ് പ്രകൃതി. അതുകൊണ്ട് പ്രകൃതിയെ ത്രിഗുണാത്മക എന്ന് പറയാം. സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്ന അവളെ പ്രകൃതി എന്ന് വിളിക്കാം. സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമാത്മാവ് 2 രൂപം കൈക്കൊണ്ടു. ഒന്ന് പരമ്പുമാനായി, മറ്റേത് പ്രകൃതിയായി. തീയും ചൂടും പോലെ ഒന്നായി നിൽക്കുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവിനെ സൃഷ്ടിക്കണമെന്ന് ആഗ്രഹമുണ്ടായപ്പോൾ മൂലപ്രകൃതിയായ ശിവയും ഉണ്ടായി. ആ ആഗ്രഹം ഉണ്ടായപ്പോഴാണ് മൂലപ്രകൃതി 5 രൂപം കൈക്കൊണ്ടത്. ഗണേശന്റെ അമ്മയായ ദുർഗ 1, ശിവരൂപ, ശിവപ്രിയ, നാരായണി, മഹാമായ,
പൂർണ്ണ ബ്രഹ്മസ്വരൂപിണിയാണ്. മനുക്കളും മുനിമാരും തുടങ്ങി സർവരാലും സ്തുതിക്കപ്പെടുന്ന ആ ദേവി പരമ തേജസ്വിയാണ് കേട്ടോ. പരമേശ്വരന്റെ ശക്തിയുമാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ സർവശക്തിയുമാണ് ആ ദേവി. വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന ദുർഗയുടെ ഗുണം പറഞ്ഞറിയിക്കാനാവാത്തതാണ് കേട്ടോ. എന്നാൽ ഞാൻ ചുരുക്കിയേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ലക്ഷ്മിയെ പറ്റി പറയാം. ആ ദേവി പത്മജയാണ്, സത്വഗുണമൂർത്തിയാണ്, സർവൈശ്വര്യങ്ങൾക്കും അധിഷ്ഠാന ദേവതയാണ്. കാമക്രോധ അതികള് തൊട്ട് തീണ്ടിയിട്ടില്ല ആ ദേവിക്ക്. പതിവ്രതകള് ശ്രേഷ്ഠയാണ്, പതിഭക്തയാണ്, ഭക്തപരായണയാണ്, പ്രിയം മാത്രം പറയുന്നവളാണ്. ശ്രീലക്ഷ്മിയായി വൈകുണ്ഠത്തിൽ പതിശുശ്രൂഷ ചെയ്യുന്ന ദേവിയാണ്. സ്വർഗത്തിൽ സ്വർഗലക്ഷ്മിയാണ്, രാജാക്കന്മാരിൽ രാജലക്ഷ്മിയാണ്, ഗ്രഹങ്ങളിൽ ഗൃഹലക്ഷ്മിയായും ശോഭിക്കുന്നു. ചരാചരങ്ങളെ കാന്തിരൂപിണിയായും പുണ്യവാന്മാർക്ക് സൽകീർത്തിയായും ആ ദേവി വിരാജിക്കുന്നു കേട്ടോ. അവൾ വേദോക്തയും സർവരാലും വന്ദിക്കപ്പെടുന്നവളും സർവർക്കും സമ്മതയുമാണ്. ഇനി സരസ്വതി ദേവിയെ പറ്റി പറഞ്ഞുതരാം. അവൾ വിദ്യാസ്വരൂപിണിയാണ്. ആ ദേവി മനുഷ്യർക്ക് കവിത്വവും ബുദ്ധിയും ജ്ഞാനവും പ്രദാനം ചെയ്യുന്നു. സിദ്ധാന്തങ്ങളെ പറ്റി വിസ്തരിച്ച് വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവളാണ് ആ അമ്മ. എല്ലാ സംശയങ്ങളെ നിവാരണം ചെയ്യുന്നവളാണ് ദേവി. എന്ത് സംശയം ഉണ്ടെങ്കിൽ അത് തീർത്തു തരും. ചിന്തിപ്പിക്കുകയും ഗ്രന്ഥം രചിപ്പിക്കുകയും ചെയ്യുന്ന മഹേശ്വരിയാണ്. വീണാ പുസ്തകധാരിണിയാണ്. വിഷയജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന വാക്സ്വരൂപിണിയാണ്. ജപമാല കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിനെ പൂജിക്കുന്നവളാണ്. താപസന്മാർക്ക് തപഫലത്തെ കൊടുക്കുന്നവളുമാണ്. വേദങ്ങൾ വാഴ്ത്തുന്ന മൂന്നാമത്തെ പ്രകൃതിയാണ് അവൾ. ഇനി ഞാൻ സാവിത്രി ദേവിയെ പറ്റി പറയാം. സന്ധ്യാവന്തന മന്ത്രങ്ങൾക്കും തന്ത്രങ്ങൾക്കും ഛന്ദസ്സുകൾക്കും 4 വർണ്ണങ്ങൾക്കും മാതൃസ്വരൂപിണിയുമാണ്. ഗായത്രിയാണ്, സാവിത്രിയാണ്, ബ്രഹ്മവല്ലഭയാണ്, വെള്ളപ്പളങ്കിന്റെ ശോഭയുള്ള സത്വസ്വരൂപിണിയാണ്. ആരുടെ പാദധൂളി കൊണ്ട് വിശ്വം പവിത്രമാകുന്നുവോ ആ സാവിത്രി ദേവി പരബ്രഹ്മസ്വരൂപിണിയാണ്. 4ാമത്തെ മൂലപ്രകൃതി ആ സാവിത്രി ദേവി ബ്രഹ്മ തേജസ് ശക്തിയാണ്. ഇനി 5ാമത്തെ മൂലപ്രകൃതിയെ രാധയെ പറ്റി പറഞ്ഞു തരാം. ആ ദേവി ഉണ്ടല്ലോ, കൃഷ്ണന് പ്രാണാധിക പ്രിയാണ് രാധ. പഞ്ചപ്രാണങ്ങൾക്ക് നാഥയാണ് രാധ. പതിവ്രതാരത്നമാണ് രാധ. രാസാവാസ നിവാസിനിയും സുരസികയും രാസക്രീഡാതി നായികയുമാണ് രാധ. ഗോലോകവാസിയും ഗോപസ്ത്രീകൾക്ക് അമ്മയുമാണ് രാധ. പണ്ട് വരാഹകൽപ്പത്തിൽ വൃഷഭാനുവിന്റെ മകളായി ജനിച്ച് തന്റെ പാദസ്പർശം കൊണ്ട് ഭൂമിയെ ശുദ്ധീകരിച്ചവളാണ് രാധ. കൃഷ്ണന്റെ വക്ഷത്തിലെ മാണിക്യക്കല്ലായ ആ ദേവിയുടെ കാൽത്താരിൽ നഖദ്യുതി കാണാൻ വിധി ഒരുപാട് കൊല്ലം തപസ് ചെയ്തു ഉത്രൻ ബ്രഹ്മാവ്. ആ രാധാദേവിയെ പത്മജൻ വൃന്ദാവനത്തിൽ വെച്ചാണ് പിന്നീട് കണ്ടത്. ആ ദേവിയാണ് 5ാമത്തെ രൂപമായ രാധാറാണി. പ്രകൃതി ദേവിയുടെ 5 അംശങ്ങളായി പിറന്നവളാണ് ഈ 5 പേരും. ദേവിയുടെ പൂർണ്ണാവതാരങ്ങളാണ് അവർ. ഇനി ഇവരുടെ അംശഭൂതമായി അവതരിച്ച ദേവിമാരെ പറ്റി പറഞ്ഞു തരാം ഞാൻ. ഇതിൽ പ്രധാന അംശജാതയാണ് ത്രിഭുവനങ്ങളെ പരിശുദ്ധമാക്കുന്ന ഗംഗ. വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ ദേവി സനാതനിയാണ്, അതായത് നാശമില്ലാത്തവളാണ്. പാപികളുടെ പാപമാകുന്ന ഇന്ധനത്തെ ദഹിപ്പിക്കുന്ന അഗ്നിസ്വരൂപിണിയുമാണ് ഗംഗ. എല്ലാ തീർത്ഥങ്ങളിലും വെച്ച് അത്യുത്തമയാണ് അവൾ. ശംഭുവിന്റെ ജടയാകുന്ന മേരുവിൽ മുത്തുമാല പോലെ രസിക്കുകയാണവൾ. ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ ഒന്ന് സ്പർശിച്ചാൽ മതി, എന്നാൽ തന്നെ കുറച്ച് സേവിച്ചാലും മതി. സർവ ഐശ്വര്യത്തെയും കാലാന്തരത്തിൽ മോക്ഷവും തന്നെ അനുഗ്രഹിക്കും. വിഷ്ണുപ്രിയായ തുളസിയാണ് അടുത്ത പ്രധാന അംശജ. വിഷ്ണുവിന് ഭൂഷണമായ ആ ദേവി വിഷ്ണുവിന്റെ പാദത്തിൽ സ്ഥിതി ചെയ്യുന്നു. പൂജാപുഷ്പങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠയാണ് തുളസി. മോക്ഷേച്ഛുക്കൾക്ക് മോക്ഷപ്രദായിനിയാണ് തുളസി. ഭാരതീയർക്ക് കൽപ്പവൃക്ഷത്തിന് സമമായവളാണ് തുളസി. ഇനിയും കുറേ പറയാനുണ്ടത്രേ ശ്രീനാരായണ മഹർഷി. അതൊക്കെ ഞാൻ നാളെ പറഞ്ഞു തരാമെന്ന് ശ്രീനാരായണ മഹർഷി പറയുന്നതോടുകൂടി നമ്മളും ബാക്കി നാളെ കേൾക്കാമെന്നുള്ള ആഗ്രഹത്തോടെ ഇന്നിപ്പം എല്ലാം ദേവീപാദങ്ങൾ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.